ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് പെരുന്നാളിൻ്റെ തലേന്ന് തൊട്ട് കണ്ടാലോ. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ ഐഷുട്ടിക്ക് 2 കയ്യിലും നിറച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ചോക്കണ മൈലാഞ്ചിയാണ്, അവൾക്കൊക്കെ പെട്ടെന്ന് ചോക്കണ മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവൾ ആകെ പരത്തിയിട്ട് പിന്നെ അത് ചോന്ന് വരില്ല, ആകെ കേട് വന്നു പോകും. അപ്പോൾ ഞാൻ ആ ബിഗ് ബി ഉണ്ടല്ലോ, അതാണ് കയ്യിലിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതാ പെരുന്നാളിൻ്റെ അന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ ഞാൻ രാവിലെ അടുക്കളയ്ക്ക് വന്നിട്ട് ഇതാ വേഗം ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ജനവാതിലൊക്കെ ഒന്ന് തുറന്നിട്ടു. അത് കഴിഞ്ഞ് ഇതാ ഇന്ന് പുട്ടും കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കണത്. അതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ. അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ബാക്കിയുള്ള പെരുന്നാളിനുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. പുട്ട് ഞാൻ സാധാ അരിപ്പൊടിയാണ്, പുട്ടുപൊടിയല്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വറ്റരച്ച് ചേർത്തിട്ട്, വറ്റെന്ന് പറഞ്ഞാൽ ചോറ് കേട്ടോ, ഞങ്ങളിവിടെ മലപ്പുറത്തേരെ വറ്റെന്നൊക്കെ പറയും. അപ്പോൾ ചോറ് അരച്ച് ചേർത്തിട്ട് അതും കൂടെ കൂട്ടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്, ഒരു സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാനിതാ കടലക്കറി ഉണ്ടാക്കുന്നുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് സാധാ നമ്മൾ കടലക്കറി വെക്കണ പോലെ തന്നെ ഞങ്ങളങ്ങനെ ഒന്നിച്ചല്ല, അതും കൂടെ വെച്ച് വേവിച്ചിട്ട് പിന്നെ ലാസ്റ്റ് ഉള്ളി കൊണ്ട് മൂപ്പിക്കലാണ് ചെയ്യൽ കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പണി വേഗം കഴിയുമല്ലോ. പിന്നെ ഇതാ നമ്മളെ പുട്ടും റെഡി ആയിട്ടുണ്ട്, കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ചായ കുടിക്കാൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതാ ഞാൻ ഒന്ന് മുറ്റടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം നല്ല വെയിലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ മഴക്കാറൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ വേഗം തന്നെ ഞാൻ മുറ്റടിച്ച് അകത്തേക്ക് കയറാൻ നിന്നപ്പോൾ ഐഷ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ അത് കഴിഞ്ഞ് ഞാനിതാ ഉമ്മ ഇവിടെ എന്താ പറയുക ബിരിയാണിയാണ് ഞങ്ങൾ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ബിരിയാണിക്കുള്ള കാര്യങ്ങളൊക്കെ ഉമ്മയാണ് നോക്കൽ. ഞങ്ങളങ്ങനെ ബിരിയാണി വെക്കലില്ല, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും ഇളച്ചി കേട്ടോ. അപ്പോൾ ഉമ്മ അവിടെ ബിരിയാണിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഞങ്ങളതിലുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് കൊടുക്കും കേട്ടോ. പിന്നെ ഇതാ അപ്പോൾ ഞാനാണ് പായസം വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ പായസം റെഡിയായി, ബിരിയാണിയൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കണം. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടോ. അത് കഴിഞ്ഞതാ ഞാൻ കുളിച്ച് മാറ്റി വന്ന് എൻ്റെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ എൻ്റെ വീട്ടിലെത്തി, അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. വീട്ടിലെത്തി ഞാനൊരു സിനിമ കണ്ടിട്ട് കേട്ടോ, മധുവിധുവാണ് കണ്ടത്. അപ്പോൾ എൻ്റെ അനിയൻ്റെ ലാപ്ടോപ്പിലാണ് കാണുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ ഒരു കടലമിഠായിയൊക്കെ കഴിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ. പിന്നെ അതാ കഴിഞ്ഞ് ഞാൻ തലേന്ന് മൈലാഞ്ചി ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടാണ് മൈലാഞ്ചി ഇട്ടത്. എങ്ങനെയുണ്ട് എൻ്റെ മൈലാഞ്ചി, കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതാ നമ്മൾ കുട്ടികൾക്ക് ചെറിയ രീതിയിലൊരു പടക്കം, ഓലപ്പടക്കും പിന്നെ മറ്റേ ഇട്ടാപ്പൊട്ടി പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അപ്പോൾ അത് രണ്ടും മാത്രമേ ഇപ്രാവശ്യം കിട്ടിയുള്ളൂ. കടകളിലൊന്നും പടക്കം കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ടോ ഉപ്പ. അപ്പോൾ അതൊക്കെ ഇത് പൊട്ടിക്കലുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ പെരുന്നാൾ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ പെരുന്നാൾ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ട്, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇപ്പോൾ ഈ രാവിലെ ടൈമിലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നോയ്സസൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇന്നലത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.